Will you speak English confidently in the future? Many English learners get confused between I will study, I will be studying, I will have studied, I will have been studying. What is the difference? Today, in one easy class, you will master all 4 future tenses with daily life examples and spoken English practice. Watch till the end because I will share an easy trick to remember all future tenses forever. Hello everyone, welcome to New Choice. Today's topic is all future tenses in English. By the end of this lesson, we will be able to speak about future plans, talk about future actions, describe future progress, speak like a confident English speaker. Let's begin. Simple future tense. When do we use it? We use simple future for future decisions, predictions, promises, future actions. Sentence structure: subject plus will plus V1 plus object. ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു സാധാരണ പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഞാൻ നാളെ സ്കൂളിൽ പോകും. ഐ വിൽ സ്റ്റഡി ടുമോറോ. ഞാൻ നാളെ പഠിക്കും. ഷീ വിൽ കോൾ മീ ലേറ്റർ. അവൾ എന്നെ പിന്നീട് വിളിക്കും. വി വിൽ വിസിറ്റ് ദുബായ് നെക്സ്റ്റ് വീക്ക്. അടുത്തയാഴ്ച ഞങ്ങൾ ദുബായ് സന്ദർശിക്കും. ദേ വിൽ പ്ലേ ഫുട്ബോൾ ടുമോറോ. അവർ നാളെ ഫുട്ബോൾ കളിക്കും. ഡെയിലി ലൈഫ് സെന്റൻസസ്: ഐ വിൽ വേക്ക് അപ്പ് ഏർലി ടുമോറോ. ഞാൻ നാളെ നേരത്തെ ഉണരും. മൈ മദർ വിൽ കുക്ക് ഡിന്നർ ടുനൈറ്റ്. എന്റെ അമ്മ ഇന്ന് രാത്രി ഭക്ഷണം പാകം ചെയ്യും. വി വിൽ വാച്ച് എ മൂവി ടുനൈറ്റ്. ഞങ്ങൾ ഇന്ന് രാത്രി ഒരു സിനിമ കാണും. ഐ വിൽ ഫിനിഷ് മൈ ഹോംവർക്ക്. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കും. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഐ വിൽ ലേൺ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. ഐ വിൽ പ്രാക്ടീസ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും പരിശീലിക്കും. ഐ വിൽ ബിക്കം കോൺഫിഡന്റ്. ഞാൻ ആത്മവിശ്വാസമുള്ളയാളായി തീരും. സെക്കൻഡ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. When do we use it? An action that will be happening at a specific future time. Subject plus will be plus verb plus ing plus object. ഭാവിയിൽ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: ടുമോറോ at 10 AM I will be teaching. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. I will be studying at 8 PM. വൈകുന്നേരം 8 മണിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. She will be cooking dinner. അവൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കും. They will be traveling tomorrow. അവർ നാളെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. We will be attending the meeting. ഞങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. What will you be doing tonight? I will be watching an English class. ഇന്ന് രാത്രി നീ എന്ത് ചെയ്യുകയായിരിക്കും? ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് വാച്ച് ചെയ്യുകയായിരിക്കും. I will be improving my grammar. ഞാൻ എന്റെ ഗ്രാമർ മെച്ചപ്പെടുത്തുകയായിരിക്കും. Third one, future perfect tense. When do we use it? An action that will be completed before a future time. ഭാവിയിലെ ഒരു സമയത്തിനു മുൻപ് പൂർത്തിയാകും എന്ന് പറയുന്ന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. സബ്ജക്ട് പ്ലസ് will have plus V3 plus object. I will have finished my homework by 8 PM. 8 മണിയാകുമ്പോൾ ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്ത് പൂർത്തിയാക്കിയിരിക്കും. She will have completed the project. അവൾ പ്രൊജക്ട് ചെയ്ത് പൂർത്തിയാക്കിയിരിക്കും. They will have arrived by noon. അവർ ഉച്ചയാകുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരിക്കും. We will have reached Abu Dhabi by evening. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾ അബുദാബിയിൽ എത്തിച്ചേർന്നിരിക്കും. I will have completed my work before dinner. അത്താഴത്തിന് മുൻപ് ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കിയിരിക്കും. ഡെയിലി ലൈഫ് എക്സാമ്പിൾസ്: I will have cleaned my room by evening. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ എന്റെ മുറി വൃത്തിയാക്കിയിരിക്കും. My father will have returned home by 6 PM. വൈകിട്ട് 6 മണിയാകുമ്പോഴേക്കും എന്റെ അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും. We will have finished the class by 5 PM. വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ ക്ലാസ് പൂർത്തിയായിട്ടുണ്ടായിരിക്കും. Fourth one, future perfect continuous. When do we use it? An action that will continue up to a future point. Subject plus will have been plus ing form of the verb plus object. ഭാവിയിലെ ഒരു സമയത്ത് ഒരു പ്രവൃത്തി എത്ര കാലമായി തുടരുന്നുവെന്ന് പറയാൻ ഉപയോഗിക്കുന്നു. I will have been teaching for 10 years next year. അടുത്ത വർഷമാകുമ്പോഴേക്കും ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ടുണ്ടാകും. She will have been studying for 5 hours by noon. ഉച്ചയാകുമ്പോഴേക്കും അവൾ പഠിക്കാൻ തുടങ്ങിയിട്ട് 5 മണിക്കൂറായിട്ടുണ്ടാകും. They will have been working all day. അവർ ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ടുണ്ടാകും. We will have been living here
for 20 years next year. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അടുത്ത വർഷമാകുമ്പോഴേക്കും 20 വർഷം പൂർത്തിയാകും. By the next month, I will have been learning English for 1 year. അടുത്ത മാസമാകുമ്പോഴേക്കും ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമാകും. Easy future tense trick. Future will. Simple future will plus verb. Future continuous will be plus verb plus ing. Future perfect will have plus V3. Future perfect continuous will have been plus verb plus ing. Common mistakes. I will be go tomorrow. Wrong. I will go tomorrow. She will studying tomorrow. Wrong. She will be studying tomorrow. Convert into English. ഞാൻ നാളെ പഠിക്കും. I will study tomorrow. ഞാൻ രാത്രി 8 മണിക്ക് പഠിച്ചുകൊണ്ടിരിക്കും. I will be studying at 8 p.m. ഞാൻ 8 മണിക്ക് മുൻപ് ജോലി പൂർത്തിയാക്കിയിരിക്കും. I will have finished my work by 8 p.m. അടുത്ത വർഷമാകുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമാകും. I will have been learning English for 5 years next year. English is not difficult. Practice one future tense every day. Small improvements creates big results. The more you speak, the more confident you become. If you found this video helpful, like this video, share with your friends, subscribe to New Choice Online Classroom.